നരേന്ദ്രമോദിക്ക് കേരളത്തിൽ ക്രിസ്ത്യാനികളുടെ വോട്ട് വേണം. എന്നാൽ ഇന്ത്യയെമ്പാടും നരേന്ദ്രമോദിയും സംഘികളും ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നതിന് കയ്യും കണക്കുമില്ല. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കഴിഞ്ഞ ക്രിസ്മസിന് സംഘി തീവ്രവാദികൾ പള്ളികളിൽ കയറി ഹനുമാൻ ചാലിസ ചൊല്ലുകയും ജയ് ശ്രീറാം വിളിക്കുകയും ചെയ്ത കാര്യം. അതുപോലെ തന്നെ ദിനം പ്രതി എന്നോണമാണ് ക്രിസ്ത്യൻ മിഷണറിമാരെയും പുരോഹിതന്മാരെയും കന്യാസ്ത്രീകളെയും സംഘികൾ ആക്രമിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നത്. ഒരു ജനാധിപത്യ രാജ്യത്തിലാണ് യാതൊരു മടിയും കൂടാതെ ഇത്തരത്തിൽ ഇവർ പ്രവർത്തിക്കുന്നത് എന്ന് ഓർക്കണം. കേരളത്തിലെ UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചാരണം നടത്തിയ പ്രിയങ്ക ഗാന്ധി നരേന്ദ്രമോദിയും കൂട്ടരും ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നതിന്റെ കാര്യങ്ങൾ തെളിവ് സഹിതം വ്യക്തമാക്കുകയാണ്. അവരുടെ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇവിടെ പ്രിയങ്ക ഗാന്ധി സംസാരിക്കുന്നത് മിഷണറീസ് ഓഫ് ചാരിറ്റീസിനെ മോദി സർക്കാർ ദിനം പ്രതി പീഡിപ്പിക്കുന്നതിനെ കുറിച്ചാണ്. പ്രിയങ്ക ഗാന്ധി ചെറുപ്പത്തിൽ മിഷണറീസ് ഓഫ് ചാരിറ്റീസിന് വേണ്ടി വോളണ്ടറി വർക്ക് ചെയ്തിരുന്നു. അവിടെ പാവങ്ങളെ സഹായിക്കുക, അവരുടെ മുറി ക്ലീൻ ആക്കുക, ബാത്റൂം ക്ലീൻ ആക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചാരിറ്റി വർക്കുകൾ ആയിരുന്നു ചെയ്തത്. ഇത് അറിയാവുന്നവർ വളരെ ചുരുക്കമാണ് എന്ന് എനിക്കറിയാം. ഇത്ര വലിയ കുടുംബത്തിൽ പിറന്ന ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയുടെ കുടുംബത്തിൽ പിറന്ന പ്രിയങ്ക ഗാന്ധി പാവങ്ങളെ സഹായിക്കുകയും അവരുടെ മുറിയും ബാത്റൂമും ക്ലീൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എത്ര മഹത്തായ വ്യക്തിത്വമാണ് അവർ എന്ന് ഓർക്കണം. അവരുടെ വാക്കുകൾ കേട്ടുകൊള്ളൂ. I worked for so many years with Mother Teresa's sisters, and I worked in different homes of theirs. And when I visit them today, they tell me how much they are harassed by the agencies. How 3-4 in the morning they will come and they'll raid their homes, they'll go into the sisters' parlors. നമുക്ക് ഞാൻ ഒട്ടേറെ മദർ തെരേസയുടെ ഉൾപ്പെടെയുള്ള അഭയകേന്ദ്രങ്ങളിൽ അവരുടെ മിഷണറിയിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ ഒട്ടേറെ അവരുടെ ഭവനങ്ങളിലെല്ലാം പോയിട്ടുള്ളതാണ്. ഞാൻ അവരോട് ചോദിക്കുമ്പോൾ ഇന്ന് അവർ പറയുന്നു, ഇന്ന് പുലർച്ചെ 3 മണിയും 4 മണിയെല്ലാം ആവുമ്പോൾ ഈ ഉദ്യോഗസ്ഥർ, അന്വേഷണ ഉദ്യോഗസ്ഥർ അവരുടെ അടുത്തേക്ക് ഇഴച്ചു ചെല്ലുകയാണ്, അവരെ ബുദ്ധിമുട്ടിക്കുകയാണ്, അവരെ ഒട്ടേറെ ചോദ്യങ്ങൾ ചോദിച്ച് അവരുടെ പ്രവർത്തനത്തെ തന്നെ ബാധിക്കുന്ന രീതിയിൽ അവരെ ഹരാസ് ചെയ്യുകയാണ്. These are women who have left everything to serve people, to serve those who have less than them, to pick up people who have got worms in them, who are lying on the street, have nobody to look after them. These are sisters who look after orphan children. Just like so many, over here I see so many charities which are run by Islamic institutions which are doing tremendous work. ഇവരെല്ലാവരും പാവപ്പെട്ട ഏറ്റവും കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങളെ സഹായിക്കുന്നവരാണ്. വഴിയരികിൽ പുഴുവരിച്ചു വരെ കിടക്കുന്ന മനുഷ്യരെ കൊണ്ടുപോയി അവരെ പരിപാലിക്കുന്നവർ, അതുപോലെ തന്നെ ഒട്ടേറെ മനുഷ്യരെ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് അവരെ പ്രവർത്തിക്കുന്നവർ. പക്ഷേ അതുപോലെ തന്നെയാണ് നമ്മുടെ മുസ്ലിം സംഘടനകൾ. ആ മുസ്ലിം സംഘടനകളും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മാതൃകാപരമായ രീതിയിൽ നടത്തുന്നവരാണ്. And now they are being attacked daily by organizations and by the policies of the BJP. ഇന്ന് അവരെ ദിവസേന എന്നോണം ഈ BJPയുടെ സർക്കാരിൻ്റെ സംഘടനകളും അതുപോലെ തന്നെ സ്ഥാപനങ്ങളും അവരുടെ നയങ്ങളും കൊണ്ട് അവരെ ആക്രമിക്കുകയാണ്. കേരളത്തിൽ ക്രിസ്ത്യാനികളുടെ വോട്ട് സംഘികൾക്ക് വേണം. എന്നാൽ ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന, സ്വന്തം ജീവിതം തന്നെ മറ്റുള്ളവരെ സേവിക്കുന്നതിന് വേണ്ടി ഒഴിഞ്ഞുവെച്ച പാവം സന്യാസിനികളെയാണ് സംഘി തീവ്രവാദികൾ ഇതുപോലെ പീഡിപ്പിക്കുന്നത് എന്ന് ഓർക്കണം. ഇനി അവർ ഇവിടെ സംസാരിക്കുന്നത് നമ്മുടെ സമ്പത്ത്, നമ്മുടെ റിസോഴ്സസ് നമ്മുടെ ജനങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിന് പകരം അദാനിക്ക് ഇഷ്ടദാനം നൽകുന്നതിനെ കുറിച്ചാണ്. അവർ പറയുന്നത് കേൾക്കാം. Instead of using the resources of your state to help you, to make you stronger and make your future stronger, your resources are being given to people like Adani. നിങ്ങളുടെ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി, നിങ്ങളെ കരുത്തരാക്കുന്നതിന് വേണ്ടി, നിങ്ങൾക്ക് അവസരങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കേണ്ട സർക്കാർ അതൊന്നും ചെയ്യാതെ നിങ്ങളുടെ ഈ മനുഷ്യ വിഭവം ഉൾപ്പെടെ അദാനിയുടെ ഗുണത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. And both the BJP and the LDF government have this in common. They basically work for big corporates. ഇവിടെ LDF ആണെങ്കിലും BJP ആണെങ്കിലും അവർ രണ്ടുപേരുടെയും ഈ സാമ്യം നിങ്ങൾക്ക് കാണാൻ കഴിയും. അവർ പ്രവർത്തിക്കുന്നത് മുഴുവൻ കുത്തകകൾക്ക് വേണ്ടിയാണ് എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. There's corruption at every step.
The big corporates, if they look at the last 10 years, will say they've done very well. But the public cannot say that. ഇവിടെ നോക്കൂ, ഏത് മേഖലയിൽ നോക്കിയാലും അഴിമതിയാണ്. ഈ രാജ്യത്തെ വലിയ കുത്തകകളോട് ചോദിച്ചാൽ അവർ വലിയ രീതിയിൽ പണം സമ്പാദിക്കുന്നു, വലിയ രീതിയിൽ അവരുടെ വരുമാനം ഇരട്ടിയാക്കുന്നു. പക്ഷേ സാധാരണക്കാരുടെ മനുഷ്യരോട് നോക്കിയാൽ അവർക്കൊന്നും ഇതിന്റെ ഗുണം ലഭിക്കുന്നില്ല. And in the last few years, you can see they have an understanding. BJP and LDF have a quiet understanding. It's very clear. Anyone who understands politics can see it clearly. പക്ഷെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ രാഷ്ട്രീയം അറിയാവുന്നവരെല്ലാവരും നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, LDFും BJPയും തമ്മിൽ ഒരു ധാരണയുടെ പുറത്താണ് ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് വളരെ വ്യക്തമായി ഇന്ന് ജനങ്ങൾക്ക് മനസ്സിലാവുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. BJPയും CPMും ഒരേപോലെയാണ്. അവർ രണ്ടു കൂട്ടരും കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ് ഭരിക്കുന്നത്, അല്ലാതെ രാജ്യത്തെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയല്ല. രാജ്യത്തെ സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം അവർക്ക് പ്രശ്നമല്ല. വളരെ ശരിയാണ് അവർ പറഞ്ഞത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലവിൽ വരുന്നത് അധികാര ചൂഷണത്തിനെതിരെയും കോർപ്പറേറ്റുകളുടെ കൊള്ളയ്ക്കെതിരെയും പോരാടിക്കൊണ്ടാണ്. ആദ്യകാലങ്ങളിൽ ജനങ്ങളെ ചൂഷണം ചെയ്യുന്നതിനെതിരെ, കോർപ്പറേറ്റ് കൊള്ളയ്ക്കെതിരെ വലിയ സമരം നടത്തിയവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. അവർ വളരെ പീഡനങ്ങളും അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതും ശരിയാണ്. എന്നാൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ, ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാർ മുതലാളിത്ത സർക്കാരാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ജനപക്ഷത്ത് നിൽക്കുന്നവർ അല്ല അവർ. അവരുടെ അധികാരം സംരക്ഷിക്കുന്നതിനു വേണ്ടി, സ്വയം പണക്കാരാകുന്നതിനു വേണ്ടി മാത്രമാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പ്രവർത്തിക്കുന്നത്. അവർ യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റുകളല്ല. കമ്മ്യൂണിസ്റ്റുകളുടെ യാതൊരു ആശയവും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾക്ക് ഇല്ല. ഇതേ കാരണത്താൽ തന്നെയാണ് ബംഗാളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതായത്. ഗുണ്ടായുസവും ഗുണ്ടാപ്പിരിവും കൊലപാതകവും നടത്താൻ യാതൊരു മടിയും ഇല്ലാത്തവരാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ. എന്നാൽ ദേശീയ തലത്തിൽ ഇപ്പോഴും വളരെ മികച്ച കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഉണ്ട് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. അവർ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളാണ്. എന്നാൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ പേരിൽ മാത്രമേ കമ്മ്യൂണിസ്റ്റുകൾ ആയുള്ളൂ. അതുപോലെ BJPയും LDFും തമ്മിലുള്ള അന്തർധാരയും പ്രിയങ്ക ഗാന്ധി ഇവിടെ വെളിപ്പെടുത്തുകയാണ്. CJP എന്ന് കോൺഗ്രസുകാർ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ തന്നെ ശരിയാണ് എന്നുള്ള രീതിയിലാണ് BJPയുടെയും ഇടതുപക്ഷത്തിൻ്റെയും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ. നരേന്ദ്രമോദി കോൺഗ്രസിലെ നിരവധി നേതാക്കളെ കേസുകൾ കൊണ്ട്, EDയെ കൊണ്ട്, CBIയെ കൊണ്ട് പീഡിപ്പിക്കുന്നതിന് കൈയും കണക്കുമില്ല. എന്നാൽ നമുക്കറിയാം, കേരളത്തിലെ ഇടതുപക്ഷ നേതാക്കൾക്കെതിരെ ഇതുവരെ ഒരു EDയും CBIയും ഒരു കേസ് പോലും എടുത്തിട്ടില്ല. കേന്ദ്രഭരണം വർഷങ്ങളായി കയ്യിലുള്ളപ്പോഴും ലാവലിൻ കേസ്, സ്വർണ്ണക്കേസ്, ശബരിമലയിലെ സ്വർണം കട്ട കേസ്, ഇതിനെതിരെയൊന്നും ഒരൊറ്റ ഇടതുപക്ഷ നേതാവിൻ്റെ പേരിൽ മോദിയുടെ EDയും CBIയും ഒരു അന്വേഷണവും നടത്തിയിട്ടില്ല, ഒരു കേസും എടുത്തിട്ടില്ല. അത്ര സജീവമാണ് അവർ തമ്മിലുള്ള അന്തർധാര. പ്രിയങ്ക ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും മറ്റ് ദേശീയ നേതാക്കളുടെയും പ്രചാരണങ്ങൾ ഓൾറെഡി മുൻതൂക്കം ഉണ്ടായിരുന്ന UDFന് വലിയ കുതിപ്പാണ് നൽകിയിരിക്കുന്നത്. 2 ദിവസം മാത്രമേ വോട്ടെടുപ്പിന് ശേഷിക്കുന്നുള്ളൂ. ഈ സമയത്ത് UDF സെഞ്ചുറി അടിക്കുമോ? ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്?